നമുക്ക് എളുപ്പത്തിലൊരു ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കി വെക്കാമല്ലോ. തൊടിയിൽ ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് ഇത് വെച്ചിട്ട് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതെന്താണെന്നറിയോ, പണ്ടത്തെ സ്പീക്കറിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. സൗണ്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ട് അത്യാവശ്യം കൊള്ളാമെന്ന് എനിക്കറിയാം. സോ നെവർ മൈൻഡ്. ഇതിൻ്റെ റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെള്ളമുള്ള ഒരു സ്പഞ്ച് കൊണ്ട് തുടച്ചിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കാർഡ്ബോർഡിൽ വെച്ചിട്ട് അതേ സൈസിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ചുമര് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈഡൊന്നും നമ്മൾ മൈൻഡിൽ, നമ്മൾ ഓൺലി ഫ്രണ്ട് വ്യൂ മാത്രമാണ് നോക്കണേ. പിന്നെ ചുമര് പൊട്ടിപ്പളങ്ങിയ എഫക്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചുമരിലൊട്ടിക്കാനുള്ള ഇഷ്ടികയ്ക്ക് വേണ്ടിയിട്ട് ഫോം ബോർഡ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാത്തൊരു മെനക്കേടാണ്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോർണേഴ്സും കൂടി കത്തിയുണ്ട്, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാവും നല്ലത്. ഇപ്പോഴെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അത് കർവ് ചെയ്യാൻ വേണ്ടി പോവുകയെ. എന്നിട്ട് നമ്മുടെ ഈ ചുമരിലേക്ക് നമ്മുടെ ഇഷ്ടിക അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫോം ബോർഡിൻ്റെ ഇഷ്ടിക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര ബ്രൗൺ ആയിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ളൊരു പെയിൻ്റ് അടിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് ആ കളർ പെയിൻ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണമെന്ന് പറയുന്ന പോലെ, അല്ല ഉള്ളത് കൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്ന പോലെ കിട്ടിയ പെയിൻ്റൊക്കെ അടിച്ചിട്ടാട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മളെ അടുത്ത് വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുൽക്കൂടിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ ഒരുപാട് ക്രാക്ക് വീണിട്ടുണ്ട്. സോയിൽ ക്ലേ ഉള്ളതുകൊണ്ട് ഞാൻ ആ ക്രാക്ക് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ സോയിൽ ക്ലേ എത്ര നല്ലത്, അത് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് ക്രാക്ക് പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് സോയിൽ ക്ലേ ഒഴുകി നിങ്ങൾക്ക് എന്ത് വേണേലും ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ മാലാഖേനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ സോയിൽ ക്ലേ വെച്ചിട്ടൊരു മാലാഖ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കമൻറ്റ് ചെയ്താലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോയിൽ ക്ലേ വെച്ചിട്ടൊരു മാലാഖേനെ ട്രൈ ചെയ്യാൻ. അതുകൊണ്ട് ഈ ലോങ് വീഡിയോയിൽ മാലാഖയുടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.